നമസ്കാരം STV ഈവനിംഗ് ന്യൂസിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഞാൻ അജയ് വിജയൻ. പ്രധാന വാർത്തകൾ. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. പ്രതിഷേധം യാർഡിനഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഹൃദയാഞ്ജലി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികം ആചരിച്ചു. NCP നേതൃത്വത്തിൽ പാലക്കാട്ട് അനുസ്മരണ യോഗം. നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ആധുനിക ഇന്ത്യയിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ റോഡുകളുടെ തകർച്ച സഞ്ചാരികളുടെ ജീവന ഭീഷണിയാകുന്നു. സ്നേക് പാർക്കിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ്. റോഡിൽ വാഴ നട്ടും ശയനപ്രദർശനം നടത്തിയും പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടായിൽ അപകട ഭീഷണിയായി പാതയിലെ വൻ ഗർത്തം. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് P. മമ്മിക്കുട്ടി MLA. മങ്കര ചെമുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവ് കാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകനും. വാർത്തകൾ വിശദമായി. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. നഗരസഭാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകൾ നിർത്തിയിരുന്ന സംവിധാനത്തിൽ വരുത്തിയ മാറ്റത്തെ ചൊല്ലിയായിരുന്നു സമരം. മുന്നറിയിപ്പില്ലാതെ ബസ്സുകൾ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. യാർഡിന് അഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ തിരിച്ച് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തെ ചൊല്ലിയായിരുന്നു പ്രതിഷേധം. ഗുരുവായൂർ, പാലക്കാട്, തൃശൂർ, ഒറ്റപ്പാലം ഉൾപ്പെടെ ദീർഘദൂര ബസ്സുകളും ഹ്രസ്വദൂര ബസ്സുകളും സമരരംഗത്തെത്തി. ബസ്സുകൾ മുന്നറിയിപ്പ് കൂടാതെ സർവീസ് നിർത്തിയതോടെ യാത്രക്കാർ പെരുവഴിയിലായി. പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനം ഒരു കാരണവശാലും പിൻവലിക്കില്ലെന്നും ഇക്കാര്യത്തിൽ പിറകോട്ടു പോകില്ലെന്നും ബസ്സുകൾ സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി നിർത്തണമെന്നും നഗരസഭാ ചെയർപേഴ്സൺ K. ജാനകി ദേവി പറഞ്ഞു. പല നഗരസഭയുടെ ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റി തീരുമാനം തന്നെ നടപ്പിലാക്കും. ബസ്സുകൾ ആളുകൾക്ക് കയറുന്നതിനനുസരിച്ച് നിർത്തുകയും, അതായത് ഗ്രൗണ്ടിലേക്ക് തിരിച്ചു നിർത്താൻ പറ്റില്ല. ആളുകൾക്ക് അപകടങ്ങൾ ഇനി ഉണ്ടാവും. ഒരു മരണം ഇവിടെ സംഭവിച്ചതാണ്. ഇനിയും അതിനെ അംഗീകരിക്കാൻ പറ്റില്ല. ബസ് ഇങ്ങോട്ട് തന്നെ തിരിച്ചു നിർത്തുകയും ആളെ കയറ്റി പോവുകയും ചെയ്യുക. സമരം അവസാനിപ്പിക്കുക. പെട്ടെന്നൊരു സമരം കൊണ്ടുവന്നിട്ട് ആളുകളെ കൊണ്ടുവന്ന് നിർത്തിയിട്ട് സമരം ചെയ്യാൻ ഇവിടെ കഴിയില്ല. ബസ്സുകളുടെ മിന്നൽ പണിമുടക്ക് ഒരു കാരണവശാലും അംഗീകരിക്കാൻ കഴിയില്ലെന്നും ഇവർക്കെതിരെ ശക്തമായ നടപടി ഉണ്ടാകണമെന്നും നഗരസഭാ കൗൺസിലർ C. സജിത്ത് ആവശ്യപ്പെട്ടു. ഇവിടെ എത്തുമ്പോൾ കാണാൻ സാധിച്ചത് ബസ്സുകൾ എടുക്കാതെ, ബസ്സുകൾ ഇതിന്റെ ഉള്ളിൽ കയറ്റാതെ സ്വകാര്യ ബസ് തൊഴിലാളികളും ബസ് ഓണേഴ്സ് അസോസിയേഷൻ അടക്കം ഇവിടെ സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഞങ്ങൾക്കിവിടെ പറയാനുള്ളത്, ബസ് തൊഴിലാളികളും ബസ് ജീവനക്കാരും തമ്മിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ അത് നഗരസഭയുമായിട്ടും ഭരണാധികാരികളുമായിട്ടാണ് ബന്ധപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരിക്കലും ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചുകൊണ്ടാവരുത് ഈ പറയുന്ന പ്രതിഷേധങ്ങൾ നടപ്പാക്കേണ്ടത്. സാധാരണ ഒരു പണിമുടക്ക് നടത്തുന്ന സമയത്ത് അതിനൊരു നോട്ടീസ് കൊടുക്കണം. ഇതിന് കുറെ മാനദണ്ഡങ്ങളുണ്ട്. ഇതൊന്നും കൊടുക്കാതെ ഈ പൊതുജനങ്ങൾ രാവിലെ വീടുകളിൽ നിന്നും ആശുപത്രിയിലേക്കും അതുപോലെ അവരുടെ തൊഴിലിടങ്ങളിലേക്കും ഇറങ്ങിയ സമയത്ത് അവരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടിയിട്ട് ഇങ്ങനൊരു നടപടി സ്വീകരിക്കുന്നത് ഒട്ടും ഉത്തമമല്ല എന്ന് തുറന്നു പറയുകയാണ്. ദൂരസ്ഥലങ്ങളിൽ നിന്നെത്തിയ ജനങ്ങളും മിന്നൽ സമരത്തെ അപലപിച്ചു. കുട്ടികളെ മക്കളായിട്ട് അവിടെ വന്ന് കിടക്കണത്. അവര് അല്ലെങ്കിൽ 2 ദിവസം മുമ്പ് അവർ പറയണം ഇത് മുടക്കാണ്, പനി മുടക്കാണെന്നുള്ളത്. യാത്രക്കാരെ വലയ്ക്കുന്ന ഇത്തരം നടപടികൾക്കെതിരെ മാതൃകാപരമായ ശിക്ഷാ നടപടി ഉണ്ടാകണമെന്ന് യാത്രക്കാർ ആവശ്യപ്പെട്ടു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ഇന്ന് പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP പാലക്കാട് ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി. ഇന്ത്യയെ കണ്ടെത്തിയ നെഹ്റുവിന്റെ കാഴ്ചപ്പാടുകളാണ് രാജ്യത്തെ പുരോഗതിയിലേക്ക് നയിച്ചതെന്നും A. രാമസ്വാമി ചൂണ്ടിക്കാട്ടി. പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികത്തോടനുബന്ധിച്ച്
പാലക്കാട്ട് NCP സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു A. രാമസ്വാമി. ജനാധിപത്യ മതേതര സോഷ്യലിസ്റ്റ് മൂല്യങ്ങളിൽ ഊന്നി ആധുനിക ഇന്ത്യ കെട്ടിപ്പടുക്കുന്നതിൽ മഹത്തായ സംഭാവനകൾ നൽകുകയും ചേരിചേരാ നയം ആവിഷ്കരിച്ച് മൂന്നാം ലോകരാജ്യങ്ങളുടെ നേതൃത്വം ഏറ്റെടുക്കുകയും ചെയ്ത നെഹ്റുവിൻ്റെ ആശയങ്ങൾ ഇന്ന് ഏറെ പ്രസക്തമാണെന്ന് A. രാമസ്വാമി ചൂണ്ടിക്കാട്ടി. മതനിരപേക്ഷ ഇന്ത്യ രാജ്യത്ത് അതുപോലെ തന്നെ ലോകത്ത് മുഴുവൻ നമുക്കറിയാം അന്ന് ശാക്തീയ ചേരികൾ അമേരിക്കൻ ചേരിയും റഷ്യൻ ചേരികളൊക്കെ ശാക്തീയ ചേരികളായിട്ട് മാറി നിൽക്കുന്ന കാലഘട്ടമുണ്ടായിരുന്നു. അപ്പോൾ ഇന്ത്യക്ക് അതല്ല, ഈ രണ്ട് ചേരിയിലേക്ക് നമ്മളില്ല. നമ്മൾ മൂന്നാം ചേരിയായി ചേരിചേരാ നയം സ്വീകരിച്ചുകൊണ്ട് മുന്നോട്ട് പോകുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ചേരിചേരാ രാഷ്ട്രങ്ങളുടെ നിലനിൽക്കുന്ന കാര്യത്തിൽ തന്നെ അന്ന് ജവഹർലാൽ നെഹ്റു. കാരണം ഇതൊരു സംബന്ധിച്ചിടത്തോളം നമുക്കറിയാം മഹാത്മാഗാന്ധി അധികാര സ്ഥാനത്തേക്ക് വന്നില്ല. പ്രധാനമന്ത്രി സ്ഥാനത്തേക്ക് ആരെ എന്നതിനെ സംബന്ധിച്ചിടത്തോളം ഗാന്ധിജിക്ക് മറ്റൊരു അഭിപ്രായം ഉണ്ടായിരുന്നു. അനുസ്മരണ യോഗത്തിൽ NCP ജില്ലാ വൈസ് പ്രസിഡന്റ് മോഹൻ ഐസക് അധ്യക്ഷത വഹിച്ചു. നേതാക്കളായ ഓട്ടൂർ ഉണ്ണികൃഷ്ണൻ, ഷെനിൻ മന്ദിരാട്, MN സൈഫുദ്ദീൻ, KS രാജഗോപാൽ, പൊന്നിൽ വേണു, R ബാലസുബ്രഹ്മണ്യൻ, SJN നജീബ്, അഡ്വക്കേറ്റ് KG രാജി, കബീർ വെണ്ണക്കര, MR മണികണ്ഠൻ എന്നിവർ പ്രസംഗിച്ചു. യോഗത്തിനു മുമ്പ് നെഹ്റുവിൻ്റെ ഛായാചിത്രത്തിനു മുന്നിൽ പുഷ്പാർച്ചന നടത്തി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. ഇരിഞ്ഞാലക്കുട മാപ്രാണത്ത് പള്ളിയിൽ നിന്നും മടങ്ങും വഴി നിർത്തിയിട്ടിരുന്ന ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ച് ഗൃഹനാഥൻ മരിച്ചു. മാപ്രാണത്തെ സ്വകാര്യ ആശുപത്രിക്ക് സമീപം ഞായറാഴ്ച അർദ്ധരാത്രിയോടെയായിരുന്നു അപകടം. മാപ്രാണം സ്വദേശി കുറ്റിക്കാടൻ വീട്ടിൽ 43 വയസ്സുള്ള ഷൈജു ആണ് മരിച്ചത്. ഇടവക ദിനാചരണത്തിൻ്റെ ഭാഗമായി മാപ്രാണം പള്ളിയിലെ പരിപാടികൾ കഴിഞ്ഞ ഭാര്യയെയും കുട്ടിയെയും സ്കൂട്ടറിൽ വീട്ടിലാക്കിയ ശേഷം മറ്റ് 2 കുട്ടികളെയും കൊണ്ട് വീട്ടിലേക്ക് വരുന്നതിനിടെയായിരുന്നു അപകടം. റോഡരികിൽ നിർത്തിയിട്ട ടോറസ് ലോറിക്ക് പിറകിൽ സ്കൂട്ടർ ഇടിച്ചു കയറുകയായിരുന്നു. അപകട സമയത്ത് നല്ല മഴയുണ്ടായിരുന്നു. അപകടത്തിൽ ഷൈജു മരണപ്പെടുകയും കുട്ടികൾക്ക് പരിക്കേൽക്കുകയും ചെയ്തു. തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ എഡ്വിൻ എന്ന കുട്ടിയെ തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഏതാനും ദിവസങ്ങളായി റോഡരികിൽ കേടായതിനെ തുടർന്ന് നിർത്തിയിട്ടിരുന്ന ലോറിക്ക് അപകട സൂചനകൾ നൽകുന്ന റിഫ്ലക്ടറുകൾ സ്ഥാപിച്ചിരുന്നില്ല. ഇത് അപകട കാരണമായെന്ന് നാട്ടുകാർ ചൂണ്ടിക്കാട്ടി. മരിച്ച ഷൈജുവിൻ്റെ സംസ്കാരം ചൊവ്വാഴ്ച രാവിലെ 11 മണിക്ക് മാപ്രാണം ഹോളി ക്രോസ് ദേവാലയ സെമിത്തേരിയിൽ നടക്കും. ന്യൂസ് ബ്യൂറോ, തൃശ്ശൂർ. മലമ്പുഴയിൽ റോഡിൽ വാഴ നട്ടും ശയനപ്രദർശനം നടത്തിയും കോൺഗ്രസിന്റെ പ്രതിഷേധം. പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വാട്ടർ അതോറിറ്റി വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കാൻ നടപടി ഉണ്ടാകാത്തതിനെതിരെയാണ് കോൺഗ്രസ് പ്രതിഷേധ പരിപാടി സംഘടിപ്പിച്ചത്. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിലെ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനു മുന്നിൽ വാട്ടർ അതോറിറ്റി പൈപ്പിടാൻ കുഴിച്ച ചാൽ മൂടി റോഡ് ടാർ ചെയ്യാത്തതിനെതിരെയാണ് കോൺഗ്രസ് മലമ്പുഴ മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ റോഡിൽ വാഴ നട്ടും ശയനപ്രദക്ഷിണം നടത്തിയും പ്രതിഷേധിച്ചത്. മലമ്പുഴ കാർ പാർക്കിൽ നിന്ന് വാഴയിൽ മന്ത്രി മുഹമ്മദ് റിയാസിന്റെ ചിത്രമൊട്ടിച്ച് മുദ്രാവാക്യം മുഴക്കിയാണ് കോൺഗ്രസ് പ്രവർത്തകർ പാമ്പ് വളർത്തൽ കേന്ദ്രത്തിനു മുന്നിലെത്തിയത്. തുടർന്ന് ചാലിൽ വാഴ നട്ടു. 4 വർഷത്തോളമായി ഈ റോഡിന്റെ അവസ്ഥ ഇതേപോലെ കിടക്കുന്നു. ദിനം പ്രതി ഇരുചക്ര വാഹനങ്ങൾ ഈ കുഴിയിൽ വീണ് അപകടത്തിൽപ്പെടുന്നു. ഇങ്ങോട്ട് പോലും അധികാരികളുടെ ഭാഗത്തുനിന്ന് ഒരു നടപടിയും ചെയ്തിട്ടില്ല. രാവിലെ ഇരുചക്ര വാഹനത്തിൽ നിന്ന് വീണ ഒരു സ്ത്രീക്ക് പരിക്കേറ്റിരുന്നു. റോഡിന്റെ ശോച്യാവസ്ഥ അധികൃതരെ പലതവണ അറിയിച്ചിട്ടും നടപടിയുണ്ടായില്ലെന്ന് കോൺഗ്രസ് നേതാക്കളും പ്രദേശവാസികളും പറഞ്ഞു. റോഡ് കുളമായതോടെ അപകടങ്ങൾ നിത്യസംഭവമാണ്. മലമ്പുഴ മണ്ഡലം കോൺഗ്രസ് പ്രസിഡന്റ് A. ഷിജു, യൂത്ത് കോൺഗ്രസ് സംസ്ഥാന സെക്രട്ടറി വിനോദ് ചെറാട്, MC സജീവൻ, S. ഹേമലത, P. ലീല, KK വേലായുധൻ, P. ശിവദാസൻ, നാച്ചിമുത്തു, വിദ്യാധരൻ, ജോഷി, സുരേന്ദ്രൻ, വിജയൻ, രമേഷ്, മുഹമ്മദ് അലി, CJ ജോർജ് എന്നിവർ പ്രതിഷേധത്തിന് നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, പാലക്കാട്. കോട്ടായിൽ അപകട ഭീഷണി ഉയർത്തി റോഡിന് മധ്യേ രൂപപ്പെട്ട ഗർത്തം. ശുദ്ധജല വിതരണ പൈപ്പ് പൊട്ടിയതിന്റെ കേടുപാടുകൾ പരിഹരിക്കുന്നതിനായി പ്രധാന റോഡിന് മധ്യേ വെട്ടിപ്പൊളിച്ചതാണ് വലിയ ഗർത്തമായി രൂപപ്പെട്ടത്. കോട്ടായി സെൻട്രൽ പൂടൂർ റോഡിലാണ് റോഡിന് നടുവിൽ വലിയ കുഴികൾ അപകട സാധ്യതയായി നിൽക്കുന്നത്. 3 അടിയോളം നീളമുള്ള കുഴി തൊട്ടു മുന്നിലെത്തിയാൽ മാത്രമേ വാഹനയാത്രക്കാരുടെ ശ്രദ്ധയിൽപ്പെടുകയുള്ളൂ. കുഴിയിൽപ്പെടാതിരിക്കാൻ പെട്ടെന്ന് ബ്രേക്ക് ഇടുന്നതും വാഹനങ്ങൾ മറിയുന്നതും യാത്രക്കാർക്ക് പരിക്കേൽക്കുന്നതും ഇവിടത്തെ പതിവ് കാഴ്ചയാണ്. പ്രധാന പാതയ്ക്ക് നടുവിലെ അപകടക്കുഴികൾ ഉടൻ അടച്ച് യാത്രക്കാരുടെ ആശങ്ക ഒഴിവാക്കണമെന്നതാണ് നാട്ടുകാരുടെ പ്രധാന ആവശ്യം. ന്യൂസ് ബ്യൂറോ, കോട്ടായി.
തൃശൂർ പെരിങ്ങാവിലെ പെറ്റ് ഷോപ്പിൽ കവർച്ച. സംഭവത്തിൽ CCTV ദൃശ്യങ്ങൾ ഉൾപ്പെടെ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം ആരംഭിച്ചു. പൂമല സ്വദേശി നിതീഷിൻ്റെ ഉടമസ്ഥതയിലുള്ള തൃശൂർ പെരിങ്ങാവിലെ വളർത്തുമൃഗങ്ങളെ വിൽപ്പന നടത്തുന്ന കടയിലാണ് മോഷണം നടന്നത്. പുലർച്ചെ 2:30യോടെയായിരുന്നു കവർച്ച. സ്ഥാപനത്തിൻ്റെ ഗ്രിൽ പൊളിച്ചാണ് മോഷ്ടാവ് അകത്ത് കയറിയത്. 70,000 രൂപയോളം വില വരുന്ന പട്ടിക്കുട്ടികളെയും പൂച്ചക്കുട്ടികളെയും നഷ്ടപ്പെട്ടതായി സ്ഥാപന ഉടമ നിതീഷ് പറഞ്ഞു. സംഭവത്തിൽ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. CCTV ദൃശ്യങ്ങൾ കേന്ദ്രീകരിച്ച് പോലീസ് അന്വേഷണം പുരോഗമിക്കുകയാണ്. ന്യൂസ് ബ്യൂറോ, തൃശൂർ. ചെറുതുരുത്തി കേരള കലാമണ്ഡലത്തിൽ 5 ദിവസം നീണ്ടു നിൽക്കുന്ന മോഹിനിയാട്ടം കളരിക്ക് തുടക്കമായി. പ്രശസ്ത മോഹിനിയാട്ടം നർത്തകി പത്മശ്രീ കലാമണ്ഡലം ക്ഷേമാവതിയുടെ നേതൃത്വത്തിലാണ് പരിശീലന കളരി നടക്കുന്നത്. കലാമണ്ഡലം ഭരണസമിതി അംഗം കൂടിയായ കലാമണ്ഡലം ക്ഷേമാവതി ആദ്യമായാണ് കലാമണ്ഡലത്തിനു വേണ്ടി പരിശീലന കളരി നടത്തുന്നത് എന്നത് ഈ കളരിയുടെ മറ്റൊരു സവിശേഷതയാണ്. മോഹിനിയാട്ട കളരിയിൽ പങ്കെടുക്കാൻ സംസ്ഥാനത്തിന്റെ വിവിധ ജില്ലകളിൽ നിന്നും മറ്റു സംസ്ഥാനങ്ങളിൽ നിന്നുമായി 20ഓളം മുതിർന്ന മോഹിനിയാട്ടം നർത്തകികളും പങ്കെടുക്കുന്നുണ്ട്. രാവിലെ കൂത്തമ്പലത്തിൽ നടന്ന ചടങ്ങ് കലാമണ്ഡലത്തിലെ മുൻ പ്രിൻസിപ്പളായിരുന്ന കലാമണ്ഡലം MPS നമ്പൂതിരി കലാമണ്ഡലം ക്ഷേമാവതിക്ക് പട്ടിൽ പൊതിഞ്ഞ ചിലങ്കയും കോലും തളികയിൽ വെച്ച് നൽകി ഉദ്ഘാടനം ചെയ്തു. ചെയ്യേണ്ട വിഷയമാണ്. കാരണം എവിടെയാണ് ഓരോ കലാരൂപത്തിന് കോർ എന്താണ്, അല്ലെങ്കിൽ അതിൻ്റെ സൂക്ഷ്മമായിട്ടുള്ള അതിനെ വ്യതിരക്തമാക്കുന്ന അതിനെ വ്യക്തമാക്കുന്ന രീതിയിലുള്ള അതിൻ്റെ ഏറ്റവും സൂക്ഷ്മ സ്വഭാവങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത് നിരീക്ഷിച്ച് അവനവൻ്റെ പ്രവൃത്തിയിൽ കൂടി സ്വാംശീകരിച്ച് അങ്ങനെ വന്ന് അതിനൊരു വ്യക്തിഗതമായിട്ടുള്ളൊരു ശൈലി രൂപപ്പെടുത്തുക. അതാണ് ക്ഷേമാവതി ടീച്ചർ ചെയ്തിട്ടുള്ളത്. കലാമണ്ഡലം ഡിപ്പാർട്ട്മെന്റ് രജിസ്ട്രാർ ജയചന്ദ്രൻ അധ്യക്ഷനായി. അക്കാദമിക് കോർഡിനേറ്റർ കലാമണ്ഡലം അച്യുതാനന്ദൻ, കേശവനാരായണൻ തുടങ്ങിയവർ സംസാരിച്ചു. മോഹിനിയാട്ടം വകുപ്പ് മേധാവി കലാമണ്ഡലം സംഗീത സ്വാഗതം പറഞ്ഞ ചടങ്ങിൽ മോഹിനിയാട്ടം MA വിദ്യാർത്ഥി ദേവിക നന്ദി അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ചെറുതുരുത്തി. കുന്നംകുളം ചൂണ്ടൽ പന്നിശ്ശേരിയിൽ കോറയിൽ കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കൂനമുച്ചി സ്വദേശി 23 വയസ്സുള്ള നവീൻ സേവ്യറാണ് മരിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന ഉദ്യോഗസ്ഥർ സംയുക്തമായി നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഞായറാഴ്ച വൈകിട്ടാണ് യുവാവിനെ ക്വാറിയിൽ കാണാതായത്. പന്നിശ്ശേരിയിലെ ക്വാറിക്ക് സമീപത്ത് കൂട്ടുകാരുമൊത്ത് ഇരിക്കുകയായിരുന്ന നവീൻ നീന്താൻ വേണ്ടി ക്വാറിയിൽ ഇറങ്ങിയപ്പോഴാണ് മുങ്ങിപ്പോയത്. ഇതോടെ ഒപ്പമുണ്ടായിരുന്ന സുഹൃത്ത് ക്വാറിയിലേക്ക് ചാടി നവീനെ രക്ഷിക്കാൻ ശ്രമിച്ചെങ്കിലും ശ്രമം വിഫലമായി. ഇതേ തുടർന്നാണ് അഗ്നിരക്ഷാസേനയെ വിവരമറിയിച്ചത്. കുന്നംകുളം ഗുരുവായൂർ അഗ്നിരക്ഷാസേന സ്ഥലത്തെത്തി 4 മണിക്കൂറോളം തിരച്ചിൽ നടത്തിയാണ് മൃതദേഹം കണ്ടെത്തിയത്. മൃതദേഹം ആശുപത്രിയിലേക്ക് മാറ്റി. പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം ബന്ധുക്കൾക്ക് വിട്ടു നൽകും. ന്യൂസ് ബ്യൂറോ, തൃശൂർ. പാർലി സ്വദേശി 17കാരൻ കണ്ണനിനി വിമാനം പറത്താം. റയൻ എയർ എന്ന സ്ഥാപനത്തിന്റെ കരുതലിൽ വിവിധ മേഖലകളിൽ കഴിവ് തെളിയിച്ച് ഇന്ത്യൻ ഏഷ്യൻ റെക്കോർഡുകളിലെത്തിയ പറളി കിണാവല്ലൂർ സ്വദേശിയായ കണ്ണന് തുനീഷ്യയിൽ വിമാനം പറത്താനുള്ള അവസരമാണ് കൈവന്നിരിക്കുന്നത്. തുനീഷ്യയിൽ വിമാനം പറത്തുന്നതിനുള്ള ക്ഷണക്കത്ത് കഴിഞ്ഞ ദിവസമാണ് തൃശൂർ റയൻ എയർ CEO വികാസ് നായർ പറളിയിലെ വീട്ടിൽ നേരിട്ടെത്തി കണ്ണന് സമ്മാനിച്ചത്. തുനീഷ്യയിലെ സൈ ഫ്ലൈയിങ് അക്കാദമിയാണ് കണ്ണന് 1 മണിക്കൂറോളം വിമാനം പറപ്പിക്കാനുള്ള അവസരം ഒരുക്കി നൽകുന്നത്. ഇതോടെ സാക്ഷാത്കരിക്കപ്പെടുന്നത് പൈലറ്റ് ആവണമെന്നുള്ള കണ്ണന്റെ ഏറെ നാളത്തെ ആഗ്രഹമാണ്. ഞങ്ങൾ ഒരുപാട് സ്ഥലങ്ങൾ ഞങ്ങൾ അന്വേഷിച്ചു, ബെൻഡാസും ബോംബെ ഒക്കെ നമ്മൾ അന്വേഷിച്ചു. പക്ഷെ അവിടെ കേട്ടുമ്പോൾ എന്താ സ്പെഷ്യലൈസ് പറഞ്ഞാൽ ഗ്രൗണ്ട് ക്ലാസ്സിൽ വന്നിട്ട് തിയറട്ടിക്കൽ ക്ലാസ് മാത്രമേ ഉള്ളൂ. പക്ഷെ ഇവിടെ റയൻ എയറിൽ വന്നിട്ട് സിമുലേറ്റർ വന്നിട്ട് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. പറളി കിണാവല്ലൂർ വില്യംകാട് മുകേഷ് സരിത ദമ്പതികളുടെ മകനായ കണ്ണൻ +2 കഴിഞ്ഞതും തൃശൂരിലെ റയൻ എയർ CEOയുമായി കണ്ണനും രക്ഷിതാക്കളും ബന്ധപ്പെടുകയായിരുന്നു. കണ്ണന്റെ അടങ്ങാത്ത ആഗ്രഹമറിയിച്ചപ്പോൾ വീട്ടിലെ സാമ്പത്തിക സ്ഥിതി കൂടി മനസ്സിലാക്കിയ റയൻ അധികൃതർ സൗജന്യമായി പരിശീലനം നൽകുകയായിരുന്നു. ലക്ഷങ്ങൾ ചിലവ് വരുന്ന ഗ്രൗണ്ടിംഗ് പരിശീലനമാണ് കണ്ണന് ഇവിടെ നിന്ന് സൗജന്യമായി ലഭിച്ചത്. അപ്പോൾ ചെറുപ്പം മുതലേ എനിക്ക് ഷൂട്ടിങ്ങും ഹോഴ്സ് റൈഡിങ് പിന്നെ മാർഷൽ ആർട്സ് പൈലറ്റ് ട്രെയിനിങ് അങ്ങനെ കുറേ ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെ ഷൂട്ടിങ് ചെയ്തു, പൈലറ്റ് ട്രെയിനിങ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കണു, ഹോഴ്സ് റൈഡിങ് ചെയ്യാനുണ്ട്. അങ്ങനെ പൈലറ്റ് ട്രെയിനിങ് ഇപ്പോൾ കണ്ടിന്യൂ ആയിട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാനിപ്പോൾ പൈലറ്റ് ട്രെയിനിങ്ങിന് ഞാൻ തൃശ്ശൂർ റയാൻ എയറിലാണ് പോണത്. അപ്പോൾ അവിടെ റയാൻ എയറിലെ ക്യാപ്റ്റൻ വികാസ് സാറാണ് സിമുലേറ്റർ ഇൻസ്പെക്ടർ, ഫ്ലൈറ്റ് ഇൻസ്പെക്ടറായിട്ട് അവിടെ ചെയ്യുന്നത്.
തൃശ്ശൂരിലെ പ്ലേയിങ് സ്കൂളിൽ 4 മാസത്തെ ഗ്രൗണ്ടിംഗ് പരിശീലനം പൂർത്തിയാക്കുന്നതിനിടെയാണ് തുനീഷ്യയിലേക്ക് കണ്ണന് ക്ഷണം ലഭിച്ചത്. തൃശ്ശൂർ റയൻ എയർ CEO വികാസ് നായർ മുഖേനയാണ് തുനീഷ്യയിലെ അക്കാദമിയുമായി ബന്ധപ്പെട്ടതും. 12th സ്റ്റാൻഡേർഡ് എക്സാം കഴിഞ്ഞ അതേ ദിവസം അതേ യൂണിഫോമിൽ ഞങ്ങളെ കാണാൻ വന്ന ദിവസം തന്നെ ഞങ്ങളുടെ ചെറിയൊരു സിമുലേറ്റർ പരിശീലനം നമ്മളൊന്ന് പറഞ്ഞു, ഇങ്ങനെ ചെയ്യണം. ആൾ പറത്തി നോക്കി. അപ്പോൾ അതിനെക്കുറിച്ച് പിന്നെ കുറേ ആളുടെ വീട്ടുകാരുടെ കുറേ വീഡിയോസും കാര്യങ്ങളൊക്കെ കണ്ടു. അത് കണ്ടിട്ട് ഞങ്ങൾ അയച്ചു കൊടുത്തു ട്യൂണീഷ്യയിലെ സ്കൂളിൽ. പറഞ്ഞു ഇതേപോലെ കുറേ റെക്കോർഡ് ഹോൾഡ് ചെയ്യുന്ന കുട്ടിയാണ്, പൈലറ്റ് ആവാൻ ആഗ്രഹിക്കുന്നു. പിന്നെ അത് മാത്രമല്ല 17 വയസ്സേ ഉള്ളൂ. സോ 18ാമത്തെ വയസ്സിൽ പൈലറ്റ് ആയിരിക്കണം. വരും ദിവസങ്ങളിൽ കണ്ണൻ തുനീഷ്യയിലേക്ക് പറക്കും. അവിടെ 1 മണിക്കൂറോളം മറ്റൊരു ക്യാപ്റ്റനൊപ്പം ഇരുന്ന് കണ്ണന് വിമാനം നിയന്ത്രിക്കാം. 13ാം വയസ്സിൽ തന്നെ തോക്ക് കൈവശം വെക്കാനുള്ള ലൈസൻസ് ലഭിച്ചിട്ടുണ്ട്. ഹോഴ്സ് റൈസർ കൂടിയായ കണ്ണന് കുംഫുവിൽ ബ്ലാക്ക് ബെൽറ്റുമുണ്ട്. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. കേരള NGO യൂണിയൻ പാലക്കാട് ജില്ലാ കമ്മിറ്റി വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കൈമാറി. പീക്ക് മമ്മിക്കുട്ടി MLA ആണ് ഗുണഭോക്താവായ സാബറയുടെ കുടുംബത്തിന് വീടിന്റെ താക്കോൽ കൈമാറിയത്. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമാണെന്ന് MLA പറഞ്ഞു. ജീവകാരുണ്യ പ്രവർത്തനം നടത്തുന്നു. കേരളത്തിലെ ഏറ്റവും സംഘടിതമായ സുശക്തമായ ജീവനക്കാരുടെ സംഘടനയായി നിലനിൽക്കുന്ന ആ സംഘടന കാലഘട്ടത്തിൻ്റെ പ്രത്യേകതകൾ കണക്കിലെടുത്തുകൊണ്ട്, ആവശ്യകതകൾ പരിഗണിച്ചുകൊണ്ട് ഒരു പുതിയ മേഖല കണ്ടെത്തി ആ മേഖലയിലേക്കുള്ള ചുവടുവെപ്പിൻ്റെ ഭാഗമായിട്ടാണ് ഈ വീട് നിർമ്മാണം നടക്കുന്നത്. ആംബുലൻസിൻ്റെ കാര്യം പറഞ്ഞു, ആരോഗ്യരക്ഷാ പ്രവർത്തനത്തിൻ്റെ കാര്യം പറഞ്ഞു. പ്രളയം വന്നപ്പോഴും കോവിഡ് വന്നപ്പോഴും മഹാമാരി വന്നപ്പോഴും സമൂഹത്തിലുണ്ടാകുന്ന ഏത് തരത്തിലുള്ള പ്രശ്നങ്ങളും പ്രയാസങ്ങളും തങ്ങളുടെ കൂടി പ്രയാസമാണ് പ്രശ്നമാണ് എന്ന് കണക്കാക്കി NGO യൂണിയൻ പാലക്കാട് ജില്ലാ പ്രസിഡന്റ് K മഹേഷ് അധ്യക്ഷത വഹിച്ചു. CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി S കൃഷ്ണദാസ്, NGO യൂണിയൻ സംസ്ഥാന സെക്രട്ടറി R സാജൻ, ജില്ലാ സെക്രട്ടറി K സന്തോഷ് കുമാർ, വാണിയംകുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് K ഗംഗാധരൻ, CITU ജില്ലാ ജോയിന്റ് സെക്രട്ടറി K ഭാസ്കരൻ, KSTA സംസ്ഥാന നിർവാഹക സമിതി അംഗം K പ്രഭാകരൻ, CPM വാണിയംകുളം ലോക്കൽ സെക്രട്ടറി TP ഭാസ്കരൻ, KP സുധീർ, പഞ്ചായത്ത് അംഗങ്ങളായ VK ജയശ്രീ, V സിന്ധു, KS മഞ്ജിമ, സുജിത് P രാജ്, NGO യൂണിയൻ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം C ശിവദാസ് എന്നിവർ സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, ഒറ്റപ്പാലം. മഴയിൽ തകർന്ന വീടിനകത്ത് ഭീതിയോടെ 2 അംഗ കുടുംബം. മങ്കര ചെമുകയിൽ 72കാരി മാധവിയും കൊച്ചുമകൻ 8ാം ക്ലാസ്സുകാരനായ ഭൂപതിയുമാണ് കഴിഞ്ഞ ദിവസം പെയ്ത മഴയിൽ ഉൾഭാഗം തകർന്ന വീടിനകത്ത് നിരാശ്രയരായി കഴിഞ്ഞു വരുന്നത്. മൺകട്ട കൊണ്ട് വർഷങ്ങൾക്ക് മുൻപ് നിർമ്മിച്ച വീടിന്റെ മേൽക്കൂര കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയോടെയാണ് തകർന്നു വീണത്. സംഭവസമയം ശബ്ദം കേട്ട് ഇരുവരും പുറത്തേക്കോടി രക്ഷപ്പെട്ടു. ഇതേ തുടർന്ന് താൽക്കാലികമായി പ്ലാസ്റ്റിക് കവർ കെട്ടിയാണ് അന്തിയുറങ്ങുന്നത്. ചെത്തിത്തേക്കാത്ത വീട് പല ഭാഗത്തും തകർച്ചയിലാണ്. ഏതു സമയവും വീട് നിലം പൊത്താവുന്ന അവസ്ഥയിലുമാണ്. പട്ടികജാതിയിൽപ്പെട്ട ഇവർ വീടിന് പോലും അപേക്ഷിച്ചിട്ടില്ലെന്നാണ് പറയുന്നത്. എഴുതാൻ പോലും അറിയാത്ത വയോധികയ്ക്ക് എന്ത് ചെയ്യണമെന്ന് പോലും അറിയില്ല. ലൈഫ് പദ്ധതിയിൽ അപേക്ഷിച്ചിരുന്നെങ്കിൽ ഇവർക്ക് വീട് ലഭിക്കുമായിരുന്നു. പക്ഷേ അതുപോലും വയോധികയ്ക്ക് അറിയുമായിരുന്നില്ല. രാത്രിയിൽ ഇവർക്ക് അന്തിയുറങ്ങാൻ ഒരു ഇടം വേണം. സുമനസ്സുകൾ സഹായിച്ചാൽ തകർച്ചയിലായ പുരയിൽ തന്നെ അന്തിയുറങ്ങാൻ ഇവർക്ക് സാധിക്കും. എടുത്തിട്ടില്ല എന്ന് തന്നെ പറഞ്ഞു. അപ്പൊ പിന്നെ അച്ഛൻ പറഞ്ഞു അവര് മൊബൈലിൽ കൊടുക്കി, എന്നിട്ട് വീട് പാസ്സായി വരുള്ളൂ എന്ന് പറഞ്ഞു. എനിക്ക് മൊബൈൽ കൊടുക്കാനും മൊബൈൽ അറിയവും കൊടുക്കില്ല. അതാണ് ഇപ്പോഴത്തെ കാര്യം. എനിക്കിപ്പോൾ എങ്ങനെയെങ്കിൽ മഴക്കാലം കഴിയുന്നവരെ എനിക്ക് ഇരിക്കണമെങ്കിൽ ഒരു സമുദായം വേണം. എൻ്റെ ഉള്ളിൽ കുട്ടിനെയും കൊണ്ട് ഞാൻ ഇരിക്കണ്ട. ഒരു ദിവസം 2 ദിവസമൊക്കെ അടുത്ത വീട്ടിൽ പോകുമായിരിക്കും. എപ്പോഴും പോകാൻ പറ്റുമോ നമുക്ക്? താൽക്കാലികമായെങ്കിലും വീട് നവീകരിച്ച് കിട്ടിയാൽ മഴക്കാലത്തെങ്കിലും ഈ വീടിനകത്ത് സമാധാനത്തോടെ അന്തിയുറങ്ങാനാകും. സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് 2 അംഗ കുടുംബം. ഇതിനായി സുമനസ്സുകളുടെ സഹായം പ്രതീക്ഷിക്കുകയാണ് 2 അംഗ കുടുംബം. ഈ അമ്മ മാത്രം ഒരു മകനും മാത്രം ഇവിടെ താമസിക്കുന്നുള്ളൂ. ഇത് വർഷങ്ങളോളമായി ഇങ്ങനെ ഈ രീതിയിൽ കിടക്കുന്നു. പക്ഷെ ആരും ഒരു ശ്രദ്ധിക്കാത്തൊരവസ്ഥയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഞങ്ങളിത് നോക്കുകയും ഞങ്ങൾ വേണ്ടപ്പെട്ട ആൾക്കാരോട് സംസാരിച്ചിട്ട് തൽക്കാലം ഇവർക്ക് ഇത് ഓടുമേനി കൊടുക്കാനുള്ള സംവിധാനം ചെയ്യാൻ വേണ്ടിയുള്ള ശ്രമം നടത്തും. അതിനുള്ള ഈ നാട്ടുകാരുടെയും മറ്റു സുഹൃത്തുക്കളുടെയും സഹായ സഹകരണങ്ങൾ വേണമെന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു. ന്യൂസ് ബ്യൂറോ, പത്തിരിപ്പാല. പ്രധാന വാർത്തകൾ വീണ്ടും. ഒറ്റപ്പാലത്ത് സ്വകാര്യ ബസ്സുകളുടെ മിന്നൽ സമരത്തിൽ വലഞ്ഞ ജനം. പ്രതിഷേധം യാർഡിനഭിമുഖമായി നിർത്തിയിരുന്ന ബസ്സുകൾ ബസ് സ്റ്റാൻഡ് കെട്ടിടത്തിന് അഭിമുഖമായി പാർക്ക് ചെയ്യണമെന്ന
ട്രാഫിക് റെഗുലേറ്ററി കമ്മിറ്റിയുടെ തീരുമാനത്തിനെതിരെ പ്രതിഷേധക്കാരെ പോലീസ് അറസ്റ്റ് ചെയ്തു നീക്കി. ട്രാഫിക് കമ്മിറ്റിയുടെ തീരുമാനത്തിൽ നിന്ന് പിറകോട്ടു പോകില്ലെന്ന് നഗരസഭാ ചെയർപേഴ്സൺ. പ്രഥമ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവിന്റെ ഉജ്ജ്വലമായ ഓർമ്മകൾക്ക് മുന്നിൽ രാജ്യത്തിന്റെ ഹൃദയാഞ്ജലി. പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റുവിന്റെ 60ാം ചരമവാർഷികം ആചരിച്ചു. NCP നേതൃത്വത്തിൽ പാലക്കാട്ട് അനുസ്മരണ യോഗം. നെഹ്റുവിന്റെ ആശയങ്ങൾക്ക് ആധുനിക ഇന്ത്യയിൽ പ്രസക്തി വർദ്ധിച്ചിരിക്കുകയാണെന്ന് NCP ജില്ലാ പ്രസിഡന്റ് A. രാമസ്വാമി. കേരളത്തിലെ പ്രധാന വിനോദസഞ്ചാര കേന്ദ്രമായ മലമ്പുഴയിൽ റോഡുകളുടെ തകർച്ച സഞ്ചാരികളുടെ ജീവന ഭീഷണിയാകുന്നു. സ്നേക് പാർക്കിന് സമീപം വാട്ടർ അതോറിറ്റി പൈപ്പ് ലൈൻ സ്ഥാപിക്കാൻ വെട്ടിപ്പൊളിച്ച പാത പൂർവ്വസ്ഥിതിയിലാക്കിയില്ല. പ്രതിഷേധവുമായി കോൺഗ്രസ്. റോഡിൽ വാഴ നട്ടും ശയനപ്രദർശനം നടത്തിയും പ്രവർത്തകരുടെ പ്രതിഷേധം. കോട്ടായിൽ അപകട ഭീഷണിയായി പാതയിലെ വൻ ഗർത്തം. സാബിറയുടെ കുടുംബം ഇനി സ്നേഹവീടിന്റെ തണലിൽ. കേരള NGO യൂണിയൻ വാണിയംകുളം കോതയൂരിൽ നിർമ്മിച്ച സ്നേഹവീടിന്റെ താക്കോൽ കുടുംബത്തിന് കൈമാറി. യൂണിയന്റെ പ്രവർത്തനം മാതൃകാപരമെന്ന് P. മമ്മിക്കുട്ടി MLA. മങ്കര ചെമുകയിൽ മഴയിൽ തകർന്ന വീട്ടിൽ ഭീതിയോടെ ഒരു കുടുംബം. അധികൃതരുടെ കനിവ് കാത്ത് വയോധികയും 8ാം ക്ലാസ്സുകാരനായ കൊച്ചുമകനും. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.